പാലത്തായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി.കെ. രത്നകുമാറിന് എതിരെ റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം പീഡനം നടന്നെന്ന് പറയപ്പെടുന്ന ശുചിമുറി ടി.കെ. രത്നകുമാർ മാറ്റി. ശുചിമുറിയിൽ നിന്ന് ലഭിച്ച രക്തം അതിജീവിതയുടേത് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും റിട്ടയർഡ് ഡിവൈഎസ്പി ഫേസ്ബുക്കിൽ കുറിച്ചു. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, പാലത്തായി കേസിൽ ശിക്ഷാവിധിക്ക് ശേഷം ഈ വരുന്ന പ്രതികരണങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്? റിട്ടയർഡ് ഡിവൈഎസ്പിയാണ് ഫേസ്ബുക്കിൽ ഈ വാക്കുകൾ കുറിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചു പോയത്? പ്രതീക്ഷ, പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവ് കെ പത്മരാജനെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മരണം വരെ ജീവപര്യന്തം തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഈ കേസിൽ അതിനുശേഷമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം അന്ന് ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പാലത്തായി കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. പ്രത്യേകിച്ചും ആദ്യ 3 അന്വേഷണ സംഘങ്ങൾ ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ച് പോക്സോ ചുമത്താൻ പറ്റില്ല എന്ന് കുറ്റപത്രം നൽകിയ കേസാണ്. പിന്നീട് തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ഇപ്പോൾ ശ്രീകണ്ഠാരം നഗരസഭയിൽ CPM സ്ഥാനാർത്ഥിയായ രത്നകുമാർ ഈ കേസ് ഏറ്റെടുക്കുകയും അങ്ങനെ അന്വേഷിച്ച് ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ രത്നകുമാർ തന്നെ ഈ റിട്ടയർഡ് ഡിവൈഎസ്പി ആയ റഹീമിനെതിരെ പോസ്റ്റ് ഇട്ടു. ഈ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വെള്ളപൂശാനാണ് ഇത്തരമൊരു പ്രതികരണം ഈ റഹീമിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നതാണ് രത്നകുമാർ ചൂണ്ടിക്കാട്ടിയത്. അതിന് മറുപടിയാണ് അദ്ദേഹം വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ഈ റഹീം പറയുന്നത്, ഈ കേസിൽ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന രീതിയിലേക്കാണ് അന്വേഷണം ഈ രത്നകുമാർ കൊണ്ടുപോയത്. അതായത് ആദ്യം ഈ പെൺകുട്ടി മൊഴി നൽകിയ പീഡനം നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്താണ് ഈ പീഡനം നടന്നത് എന്ന് ഈ രത്നകുമാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ശുചിമുറിയിൽ വെച്ചാണ് പീഡനം നടന്നതെന്ന് കുട്ടി പറയുന്നു. ആ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി. പക്ഷേ ആ രക്തക്കറ അതിനു മുൻപ് ഒരു അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. ഈ അന്വേഷണ സംഘം രക്തക്കറ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ രക്തക്കറ ആരുടേതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അത്ര അളവിൽ ആ രക്തക്കറ ഉണ്ടായിരുന്നില്ല. ചെറിയ അളവിലാണ് രക്തക്കറ കണ്ടെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ രക്തക്കറ ഈ പെൺകുട്ടിയുടേതാണ് എന്ന് കൃത്യമായി അറിവില്ല, അവിടെയും കൃത്രിമത്വം കാണിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ റിട്ടയർഡ് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും പാലത്തായി കേസിൽ കോടതി വിധിക്ക് ശേഷവും വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.